ഈ ബൈക്കിൽ വരുന്നവരെ നിങ്ങൾക്കറിയാൻ വഴിയില്ല. അത്ര പ്രശസ്തരൊന്നുമല്ല ഇവർ. എന്നാൽ ഉടൻ തന്നെ ഒരു സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്, യമഹ. ആ ചിത്രം റിലീസ് ചെയ്ത ശേഷം നിങ്ങൾ ഇവരെ തിരിച്ചറിയും. ആടുജീവിതത്തിലെ നജീബിക്കെ പോലെ. പക്ഷേ ഒന്നുണ്ട്, അതിൽ ദുഃഖമാണെങ്കിൽ ഇതിൽ പൂർണ്ണമായും സന്തോഷവും ചിരിയും മാത്രം. എൻ്റെ പേര് ബിക്കു ജോർജ്. ഞാൻ ഒരു പ്രവാസിയാണ്. ക്രിസ്മസിൻ്റെ അവധിക്കായിട്ട് എത്തിയിരിക്കുന്നത്. എൻ്റെ പേര് സുധി ഉണ്ണിത്താൻ. ഞങ്ങൾ പത്തനാപുരം വരെ പോവുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബൈക്ക് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയും രസകരമായ ചില സംഭവങ്ങൾ കൊടുത്തിണക്കി ഒരു സിനിമയാക്കുകയും ചെയ്തിട്ടുണ്ട്. പേര് യമഹ. ഇതിലെ കഥാപാത്രങ്ങളെ കാണുവാനും അവർക്ക് ക്രിസ്മസ് ആശംസകൾ നേരുവാനുമായി ഞങ്ങൾ പോവുകയാണ്. വളരെ വർഷങ്ങളായുള്ള ഇവരുടെ സൗഹൃദത്തിൽ മൂന്നാമതൊരു സുഹൃത്തായി ഒരു ബൈക്കുണ്ടായിരുന്നു. അന്നുണ്ടായ ചില രസകരമായ സംഭവങ്ങൾ ഇവർ മധു എന്ന സംവിധായകനോട് പറഞ്ഞു. അതിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ട് യമഹ എന്ന ചിത്രം പിറവിയെടുത്തു. ചേട്ടാ, സത്യത്തിൽ നമ്മൾ ആദ്യം കണ്ടത് മധുചേട്ടനെ സുരേഷ് ചേട്ടനെ അല്ലേ? ആദ്യം പറഞ്ഞ ആൾ എവിടെയാണെന്ന് പോലും അറിയത്തില്ല. മറ്റേ ആൾ ബാംഗ്ലൂരിലല്ലേ. നോക്കാം, ബാക്കി ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്, നമുക്ക് കണ്ടിട്ട് പോകും. കായംകുളത്തിനടുത്തൊരു സ്ഥലത്ത് ചേരാവള്ളി, അവിടെ റെസിഡൻഷ്യൽ ഏരിയയിലാണ് പോലീസ് സ്റ്റേഷൻ പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഈ എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ ആ സാങ്ഷൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഡിലേ വന്നു. പോലീസുകാർ ഓൾറെഡി അവിടെ വന്നിട്ട് പിന്നെ എന്താ ഈ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ നാട്ടിലുള്ള ചില ആളുകളുണ്ടല്ലോ, അവിടെയും പോലീസ് സ്റ്റേഷൻ ഇവിടെയും പോലീസ് സ്റ്റേഷൻ എന്നുള്ള എന്തോ വിളിച്ച് പറഞ്ഞിട്ട് ഇവർ വന്നു. പോലീസ് വന്നപ്പോഴാണ് തൊട്ടപ്പുറത്തന്നെ ഒരു വീട്ടിൽ MDMA ആയിട്ട് കുറച്ച് പിള്ളേരെ പിടിച്ചു. ഈ പോലീസ് തന്നെ ഇവിടെ വന്നതുകൊണ്ട് പിടിച്ചാന്ന് പറയും. അപ്പോൾ പിടിച്ചിട്ട് ഇത് നമ്മുടെ ഈ ഷൂട്ട് നടക്കുന്ന വീട് കഴിഞ്ഞൊരു 4-5 വീടിന് അപ്പുറത്താണ് ഈ സംഭവം നടക്കുന്നത്. അപ്പം അവിടെ പോലീസെല്ലാം വന്നിട്ട് ആളുകളൊക്കെ കൂടി അങ്ങനെ നിൽക്കുന്നു. നിൽക്കുമ്പോഴാണ് സുധിച്ചേട്ടൻ ആ റോഡിൽ നിന്ന് ഇങ്ങോട്ട് ഈ നമ്മുടെ ഷൂട്ടിങ് നടക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ്. അപ്പോൾ പുള്ളി നോക്കുമ്പോൾ പോലീസ് ജീപ്പ് കിടപ്പുണ്ട്. കാരണം നമ്മുടെ പ്രോപ്പർട്ടി ഉണ്ടല്ലോ പോലീസ് ജീപ്പ്. അപ്പോൾ പുള്ളി കൊണ്ടുവന്ന് ഈ പോലീസ് ജീപ്പിൻ്റെ പുറകെ കൊണ്ട് വണ്ടിയെ കിട്ടും. അപ്പോൾ സുധിച്ചേട്ടൻ ഇച്ചിരി ചെറുതായിട്ട് ഒന്ന് അടിച്ചിട്ടുണ്ട്. കൊണ്ട് ക്രോസ് വണ്ടി ഇട്ടു. എന്നിട്ട് ചാടി ഇറങ്ങിയിട്ട് വീടാണല്ലോ, ലൊക്കേഷനാണല്ലോ. പുള്ളി എന്ന് അതോട് കയറിയിട്ട് കാലിന് മേലെ കാലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് മുറുക്കാനൊക്കെ ഉള്ളത് നീട്ടി അങ്ങോട്ട് തുപ്പി. അവിടുത്തെ പോലീസുകാരേക്കുക ദേവിയായിരിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് പോലീസുകാരാണ്. തുപ്പിയിട്ട് അപ്പം അവിടെ ഇങ്ങനെ നിന്നപ്പോൾ ഒരു ASI അവിടെ ഇങ്ങോടെ എന്താ ഇങ്ങോട്ട് പാടിയത് ചേട്ടൻ്റെ കഥയല്ലേ മരക്കേട പിള്ളേർ അഭിനയിക്കാൻ വന്നിരിക്കുന്ന കൊച്ചു പിള്ളേർ ഇങ്ങനെ പാടിയെന്ന് വിളിച്ചു. CA സംശയിച്ചിട്ട് ചെയ്തിട്ട് ഇന്ത്യയെ അമ്മാരല്ല. അപ്പം CA പറഞ്ഞു എല്ലാം അകത്തിരിപ്പുണ്ട്, അയാൾക്ക് പിടിച്ചിട്ടുണ്ട്, എല്ലാം അകത്തിരിപ്പുണ്ട് എന്ന് പറഞ്ഞു. പുള്ളി ഉദ്ദേശിക്കുന്നത് നമ്മൾ ടീമിനെയൊക്കെ. ഉടനെ പിന്നെ CA ചോദിച്ചു നമ്മളാരാ? ആ കൂട്ടത്തിലുള്ളതല്ലേ ഞാനല്ലേ മെയിൻ, ഞാനാണ് മെയിൻ. അപ്പോൾ CA പറഞ്ഞു ഓ അപ്പോൾ ഒരു കാര്യം ചെയ്യും, എന്നാ ജീപ്പിലോട്ട് വാ, കയറിയിരിക്കുക, ജീപ്പിലോട്ട് വാ എന്ന് പറഞ്ഞു. എന്നാൽ പുള്ളി എനിക്ക് കഴിക്കാൻ മാനായിരിക്കുന്നത് എന്ന് പറയാം. ഇല്ല ആരി പത്രാപത്തിനോട് വിളി, അയാളോട് വരട്ടെ എന്നുകൊണ്ട് ASI ചോദിച്ചു അയാളോട് ഇത്. പിന്നെ അയാൾ ഇതിനകത്ത് അടിപൊളി നമ്മുടെ കൂടെയുള്ള ഏറ്റവും അയാളായിട്ടുള്ള ആളല്ലേ. പിന്നെ ഇതിന് അബദ്ധം മനസ്സിലായി പിടിച്ചു വിൽക്കാറുണ്ട് ജയിലിൽ എന്നെ പിടിച്ചേര്. പിറ്റേ ദിവസം സിനിമയിൽ അവരേക്ക് നമ്മൾ കേൾക്കണേ MDMA കേസിൽ അറസ്റ്റിലൊക്കെ പറഞ്ഞിട്ട് വന്നേനെയാണ്. നല്ലൊരു സംഭവമായിപ്പോയി. കോയിൻസൈഡായിട്ട് അടുത്തൊരു വീട്ടിൽ പറയൂ 50,000 പുള്ളിയെ കൂടി ഞങ്ങൾ മാത്രമല്ല അയാളും